ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 7 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 8-ാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഇന്നൽ മൗതല്ലസീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദതി ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നബിയെ താങ്കൾ പറയുക ജൂതന്മാരായ ആളുകളോട്, മറ്റു ജനങ്ങളൊന്നുമില്ലാതെ അവർ മാത്രമാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ എന്ന് അവർ വാദിക്കുന്നുവെങ്കിൽ അവർ മരണത്തെ കൊതിച്ചു കൊള്ളട്ടെ, അവർ സത്യം പറയുന്ന ആളുകളാണെങ്കിൽ. എന്നിട്ട് അള്ളാഹു തന്നെ പറയുന്നുണ്ട്, അവർ ഒരിക്കലും അങ്ങനെ കൊതിക്കുകയില്ല. കാരണം അവരുടെ കരങ്ങൾ മുൻകൂട്ടി ചെയ്ത നിമിത്തം അവർ ഒരുപാട് തെറ്റുകൾ മുൻകൂട്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ അങ്ങനെ കൊതിക്കുകയില്ല. അള്ളാഹു അക്രമികളായ ആളുകളെ നന്നായി അറിയുന്നവനാണ് എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ആയത്ത് അവസാനിച്ചത്. ശേഷം അള്ളാഹു പറയുന്നു, ഖുൽ ഇന്നൽ മൗതല്ലസീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഖുൽ, നബിയെ താങ്കൾ പറയുക. കഴിഞ്ഞ ആയത്തിൻ്റെ തുടക്കവും ഖുൽ എന്നായിരുന്നു. ഖാല, പറഞ്ഞു. ഖുൽ, അതൊരു കൽപ്പനക്രിയയാണ്, അമ്രാണ്. നീ അങ്ങനെ ചെയ്യ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഖുൽ, നീ പറയ്, നീ പറയണം, നീ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആകുമ്പോൾ നമ്മളൊരു ബഹുമാനത്തോടു കൂടെ പറയും, നബിയെ താങ്കൾ പറയുക. ഖുൽ ഇന്നൽ മൗത്ത, ഇന്ന തീർച്ചയായും, നിശ്ചയമായും, അൽ മൗത്ത ആ മരണം, മൗത്ത് മരണം, അൽ മൗത്ത ആ മരണം. ഏത് മരണം? അല്ലസീ തഫിറൂന. ഫറ എന്ന് പറഞ്ഞാൽ പേടിച്ചോടി എന്നാണ്, വിരണ്ടോട്, പേടിച്ചോട്. ഫറ, ഈ പദം നമ്മൾ മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട് പല സൂറത്തുകളിലും. ഇപ്പോൾ സൂറത്തു അബസയുടെ 34-ാമത്തെ ആയത്തിൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, അവിടെ യഫിറു എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ മുദ്ദസ്സിറിൻ്റെ 51-ാമത്തെ ആയത്തിൽ ഫറത്ത് മിൻ ഖസ്വറ വന്നിട്ടുണ്ട്. സൂറത്തു നൂഹിൻ്റെ 6-ാമത്തെ ആയത്തിൽ ഫിറാറൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ സൂറത്തുൽ ഖിയാമയുടെ 10-ാമത്തെ ആയത്തിൽ മഫർ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ പദം പരിചയപ്പെട്ടതാണ്. ഇവിടെ തഫിറൂന എന്നാണ് വന്നത്. ഫറ എന്നുള്ളത് മാദിയായ രൂപമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. പേടിച്ചോടി, വിരണ്ടോടി. യഫിറു, അവൻ പേടിച്ചോടും, അവൻ പേടിച്ചോടുന്നു. തഫിറു, നീ പേടിച്ചോടും, നീ പേടിച്ചോടുന്നു. തഫിറൂന, നിങ്ങൾ പേടിച്ചോടും, നിങ്ങൾ പേടിച്ചോടുന്നു. അപ്പോൾ അല്ലസീ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളതായ, അങ്ങനെയുള്ളവൻ, അങ്ങനെയുള്ളതായ എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലസീ എന്നുള്ളതിന്. ഇസ്മു മൗസൂല എന്ന് പറയും. അല്ലസീ തഫിറൂന, നിങ്ങൾ പേടിച്ചോടുന്നതായ ആ മരണം. അപ്പോൾ അൽ മൗത്ത മരണം, ആ മരണം എങ്ങനെയുള്ള മരണമാണ്? അല്ലസീ, അത് ആ മരണം ഇനി പറയുന്ന രൂപത്തിലുള്ളതാണ്. അല്ലസീ തഫിറൂന, നിങ്ങൾ പേടിച്ചോടുന്നതായ. മിൻഹു, അതിൽ നിന്ന്. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഹു എന്ന് പറഞ്ഞാൽ അത്. മിൻഹു, അതിൽ നിന്ന്, ആ മരണത്തിൽ നിന്ന് ഉദ്ദേശം. ഫ ഇന്നഹു, ഫ എന്നാൽ, അല്ലെങ്കിൽ അപ്പോൾ, ഇന്ന നിശ്ചയമായും, ഹു അത്, ഫ ഇന്നഹു നിശ്ചയമായും അത്, മുലാഖീക്കും. ഈ മുലാഖീക്കും എന്നുള്ള പദത്തിൻ്റെ രൂപം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൂറത്തു ഇൻഷിഖാഖിലെ 6-ാമത്തെ ആയത്തിൽ ഫ മുലാഖീഹി എന്ന് വന്നിട്ടുണ്ട്. ലാഖ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി, പരസ്പരം കണ്ടുമുട്ടി എന്നാണ് ശരിക്കും ലാഖ എന്ന് പറഞ്ഞാൽ. ലഖിയ എന്ന് പറഞ്ഞാൽ കണ്ടു അല്ലെങ്കിൽ കണ്ടുമുട്ടി. ലാഖ പരസ്പരം കണ്ടുമുട്ടി. യുലാഖീ പരസ്പരം കണ്ടുമുട്ടും, പരസ്പരം കണ്ടുമുട്ടുന്നു. മുലാഖിൻ കണ്ടുമുട്ടുന്നവൻ അല്ലെങ്കിൽ കണ്ടുമുട്ടുന്നത്. അതിൻ്റെ അവസാനത്തിൽ കും എന്നുണ്ട്. കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ. അപ്പോൾ മുലാഖീക്കും എന്നാണ് വരിക. മുലാഖിൻ എന്നുള്ളതിൻ്റെ കൂടെ കും എന്ന് ചേർക്കുമ്പോൾ മുലാഖീക്കും, നിങ്ങളെ കണ്ടുമുട്ടുന്നവൻ അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടുന്നത്. ഫ ഇന്നഹു, അപ്പോൾ തീർച്ചയായും അത്, മുലാഖീക്കും നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്. സുമ്മ പിന്നെ, തുറദ്ദൂന, റദ്ദ എന്ന് പറഞ്ഞാൽ മടക്കി എന്നാണ് അർത്ഥം. റദ്ദ, മടക്കി, റദ്ദാക്കി എന്ന് പറയില്ലേ, റദ്ദ മടക്കി. അതിൻ്റെ മുളാരി യറുദ്ദു, തെറുദ്ദു എന്നൊക്കെയാണ്. അതിൻ്റെ ബഹുവചന രൂപം
യറുദ്ദൂന, തെറുദ്ദൂന എന്നൊക്കെയാണ്. ഇവിടെ മജ്ഹൂൽ രൂപത്തിലാണ് വന്നത്. റുദ്ദ എന്ന് പറയുമ്പോൾ മടക്കപ്പെട്ടു. ആ ഒരു മജ്ഹൂൽ രൂപത്തിലുള്ള റുദ്ദ എന്നുള്ളതിൻ്റെ മുലാരി വരിക യുറദ്ദു, തുറദ്ദു എന്നൊക്കെയാണ്. മടക്കപ്പെടും, മടക്കപ്പെടുന്നു എന്നുള്ള രൂപത്തിൽ. യുറദ്ദു എന്ന് പറയുമ്പോൾ അവൻ മടക്കപ്പെടും, അവൻ മടക്കപ്പെടുന്നു. തുറദ്ദു, നീ മടക്കപ്പെടും, നീ മടക്കപ്പെടുന്നു. തുറദ്ദൂന, നിങ്ങൾ മടക്കപ്പെടും, നിങ്ങൾ മടക്കപ്പെടുന്നു. അപ്പോൾ സുമ്മ തുറദ്ദൂന, പിന്നെ നിങ്ങൾ മടക്കപ്പെടും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തിരിക്കപ്പെടും. ഇലാ ആലിമിൽ ഗൈബി വശഹാദ. ഇലാ എന്ന് പറഞ്ഞാൽ അതിലേക്ക്, ഇനി പറയുന്നതിലേക്ക്. ഇലാ അതിലേക്ക്. ഏതിലേക്ക്? ആലിം. അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു, ആലിം അറിവുള്ളവൻ. ഇലാ ആലിം അറിവുള്ളവനിലേക്ക്. എന്തിൻ്റെ കാര്യം അറിവുള്ളവനിലേക്ക്? അൽ ഗൈബി. ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യമായത്, ദൃശ്യമല്ലാത്തത്. ഇവിടെ അൽ ഗൈബ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള അദൃശ്യവും അതിനകത്ത് പെടും. നമുക്കത് വിശദീകരണത്തിൻ്റെ സമയത്ത് പറയാം. അപ്പോൾ ഇലാ ആലിമിൽ ഗൈബി, അദൃശ്യം അറിയുന്നവനിലേക്ക്. വശഹാദത്തി, അദൃശ്യം മാത്രമല്ല, വശഹാദത്തി. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ദൃശ്യം അല്ലെങ്കിൽ കാണാൻ കഴിയുന്നത്, സാക്ഷ്യം എന്നർത്ഥമുണ്ട് ഷഹാദത്ത്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്, സാക്ഷ്യപത്രം. അപ്പോൾ ഇലാ ആലിമി ഗൈബി വശഹാദത്തി, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനിലേക്ക്. ഫയുനബ്ബി ഉക്കും, നബ്ബ. നബ്ബ എന്ന് പറഞ്ഞാൽ വാർത്ത അറിയിച്ചു, വൃത്താന്തം അറിയിച്ചു. സൂറത്തുൻ നബ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അന്നബ്, വൃത്താന്തം, വാർത്ത. അപ്പോൾ നബ്ബ വാർത്ത അറിയിച്ചു. യുനബ്ബി ഉ അവൻ വാർത്ത അറിയിക്കും, അവൻ വാർത്ത അറിയിക്കുന്നു. യുനബ്ബി ഉക്കും അവൻ നിങ്ങളെ വാർത്ത അറിയിക്കും, അവൻ നിങ്ങളെ വാർത്ത അറിയിക്കുന്നു. കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ. ഫ അപ്പോൾ, അല്ലെങ്കിൽ എന്നിട്ട്. ഫ യുനബ്ബി ഉക്കും എന്നിട്ട് അവൻ നിങ്ങളെ വാർത്ത അറിയിക്കും, അല്ലെങ്കിൽ അപ്പോൾ അവൻ നിങ്ങളെ വാർത്ത അറിയിക്കും. ബിമാ കുന്തും തഅമലൂൻ. ബിമാ, ശരിക്കും ഈ ബി എന്നുള്ളത് ആ നബ്ബയുടെ കൂടെ വരുന്നതാണ്. നബ്ബ ബി എന്നാണ് പദപ്രയോഗം. ബി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അതിനെപ്പറ്റി എന്ന് പറയാം. മാ അത്. കുന്തും, കാന എന്നുള്ളതിൻ്റെ കൂടെ അൻതും എന്ന് ചേർന്നപ്പോഴാണ് കുന്തും എന്നായത്. കാന എന്ന് പറഞ്ഞാൽ ആണ്, ആകുന്നു, ആയിരുന്നു. ഇവിടെ ആയിരുന്നു എന്നുള്ള അർത്ഥം കൊടുക്കാം. കാന പ്ലസ് അൻതും. അൻതും പറഞ്ഞാൽ നിങ്ങൾ. അപ്പോൾ കുന്തും നിങ്ങൾ ആയിരുന്നു. മാ കുന്തും നിങ്ങൾ ആയിരുന്നത്. ബിമാ കുന്തും നിങ്ങൾ ആയിരുന്നതിനെ പറ്റി. എന്തായിരുന്നതിനെ പറ്റി? തഅമലൂൻ. അമില എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു. യഅമലു പ്രവർത്തിക്കും, പ്രവർത്തിക്കുന്നു. തഅമലു നീ പ്രവർത്തിക്കും, നീ പ്രവർത്തിക്കുന്നു. തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കും, നിങ്ങൾ പ്രവർത്തിക്കുന്നു. അതിൻ്റെ മുമ്പിൽ കുന്തും നിങ്ങൾ ആയിരുന്നു എന്ന് വരുമ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്നാവും. കുന്തും തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ മുമ്പിൽ മാ വരുമ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. മാ കുന്തും തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിൻ്റെ കൂടെ മാ എന്നും കൂടെ മുമ്പിൽ ചേരുമ്പോൾ അത്, അതായത് നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ മുമ്പിൽ ബി കൂടെ ചേരുമ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി. ബിമാ കുന്തും തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ഖുൽ ഇന്നൽ മൗത്തല്ലസീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീക്കും. നിങ്ങൾ പേടിച്ചോടുന്ന ആ ഒരു മരണത്തെ തീർച്ചയായും നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക. സുമ്മ തുറദ്ദൂന ഇല ആലിമിൽ ഗൈബി വശഹാദ ഫയനബ്ബിയുക്കും ബിമാ കുന്തും തഅമലൂൻ. പിന്നെ അവർ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനിലേക്ക് മടക്കപ്പെടും. അവർ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി അവൻ അവർക്ക് വാർത്ത അറിയിച്ചു കൊടുക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. തൊട്ട് മുമ്പത്തെ ആയത്തിൽ ജൂതന്മാരുടെ ഒരു അവസ്ഥ പറഞ്ഞു. അവർ ഒരിക്കലും മരണത്തെ കൊതിക്കുകയില്ല, കാരണം ഒരുപാട് തെറ്റുകൾ അവർ ചെയ്തതാണ്. എന്നിട്ട് ആ മരണത്തെ അള്ളാഹു എടുത്തു പറയാണ്. അവർ പേടിച്ചോടുന്നതായ ആ ഒരു മരണമുണ്ടല്ലോ, ആ മരണം അവരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. നമ്മൾ എത്ര തന്നെ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും മരണം അതിൻ്റെ സമയത്ത് കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഈ ഒരു മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തെ പേടിക്കേണ്ടവനല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അത് പ്രതീക്ഷിക്കേണ്ടവനാണ്. മരണത്തെ പേടിച്ചല്ല ജീവിക്കേണ്ടത്. മരണത്തെ പ്രതീക്ഷിക്കുക. ഏത് സമയത്തും മരണം വരാം എന്ന പ്രതീക്ഷയോടുകൂടി അതിനുവേണ്ടി ഒരുങ്ങി ജീവിക്കുക. അതാണ് സത്യവിശ്വാസി ചെയ്യേണ്ടത്. പക്ഷേ മറ്റുള്ളവർക്ക്
മരണത്തെ പേടിയായിരിക്കും. കാരണം അവർക്ക് ഒരു വിഭാഗം ആളുകൾക്ക് ഈ ലോകം മാത്രമാണ് ജീവിതമുള്ളത്. ഇത് ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, പിന്നെ അവർക്ക് ഈ സുഖങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മരണത്തെ പേടിയാണ്, ഈ സുഖങ്ങളൊക്കെ വിട്ടു പോകാൻ പേടിയാണ്, ഇവിടുത്തെ കൂട്ടുകുടുംബത്തെയും എല്ലാം വിട്ടു പോകാൻ പേടിയാണ്. മറ്റൊരു വിഭാഗം ആളുകൾക്ക് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകൾ ചെയ്ത ആളുകൾക്കും മരിക്കുന്ന സമയത്ത് പേടിയാണ്. ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടാണല്ലോ മരിച്ചു പോകുന്നത്, അപ്പോൾ എന്തായിരിക്കും അനുഭവം അങ്ങനെയുള്ള പേടി. ഒരു സത്യവിശ്വാസി ഒരിക്കലും മരണത്തെ പേടിക്കേണ്ടവനല്ല, മരണത്തെ പ്രതീക്ഷിക്കേണ്ടവനാണ്, അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കേണ്ടവനാണ്. സൽക്കർമ്മങ്ങളെല്ലാം ചെയ്ത് ഏത് സമയത്ത് മരിച്ചാലും ഞാൻ അങ്ങോട്ട് വരാൻ തയ്യാറാണ് എന്നുള്ള രൂപത്തിൽ ഒരുങ്ങി നിൽക്കേണ്ടവനാണ് സത്യവിശ്വാസി. മാത്രമല്ല, മരണം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതത്തിൻ്റെ തുടക്കമാണ്. ഈ ഒരു ലോകത്ത് വളരെ ചെറിയ ഒരു കാലഘട്ടം അള്ളാഹു നമുക്കൊരു ഇടവേള പോലെ ഒരു ചെറിയ കാലഘട്ടം, ഒരു പരീക്ഷാ ഹാൾ നൽകി. ഈ ലോകം എന്നുള്ളതൊരു പരീക്ഷാ ഹാളാണ്. അപ്പോൾ വളരെ ചെറിയൊരു കാലഘട്ടം മാത്രമാണ് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്, 60, 70, 80 ഒക്കെ കൊല്ലം മാത്രം. അതിനുശേഷം ഒരിക്കലും നമുക്ക് എണ്ണാൻ പറ്റാത്ത രൂപത്തിൽ അറ്റമില്ലാത്ത ജീവിതം പിന്നെയാണുള്ളത്. ആ ജീവിതത്തിലേക്ക് നമ്മൾ കയറണമെങ്കിൽ ഇവിടുന്ന് മരിക്കണം. ഇവിടുന്ന് മരിക്കുമ്പോഴാണ് യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മൾ കയറുന്നത്. അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യഥാർത്ഥ ജീവിതം ഇതല്ല. അവൻ്റെ യഥാർത്ഥ ജീവിതം പരലോകത്തുള്ള ജീവിതമാണ്. അവിടെയാണ് അറ്റമില്ലാത്ത ജീവിതം, അതിന് യാതൊരു അവസാനവും ഇല്ല. അങ്ങനെയുള്ള ജീവിതം അവിടെയാണ്. അപ്പോൾ ആ ഒരു ജീവിതത്തിലേക്ക് കയറണമെങ്കിൽ ഇവിടുന്ന് മരിക്കണം. അപ്പോൾ ഈ മരണം എല്ലാറ്റിൻ്റെയും അവസാനമായിട്ടല്ല സത്യവിശ്വാസി കാണുന്നത്, ശരിക്കുള്ളൊരു ജീവിതത്തിൻ്റെ തുടക്കമായിട്ടാണ് ഒരു സത്യവിശ്വാസി കാണുന്നത്. അതുപോലെ തന്നെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് പോലും, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒക്കെയുള്ള ഒരു ആശുപത്രിക്ക് പോലും നമ്മളുടെ മരണത്തെ തടുക്കാൻ കഴിയില്ല. അള്ളാഹു നിശ്ചയിച്ച ഒരു സമയത്ത് നമ്മൾ മരിക്കുക തന്നെ ചെയ്യും. നമുക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഒരു ബർത്ത്ഡേ ഉണ്ട്, ഒരു ജനനത്തീയതി ഉണ്ട്. അതേപോലെ നമുക്കൊരു ഡേറ്റ് ഓഫ് ഡെത്തും ഉണ്ട്, ഒരു മരണത്തീയതി ഉണ്ട്. ആ മരണത്തീയതി പക്ഷേ ആരും ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ ആർക്കും അത് അറിയില്ല. അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാറില്ല. ബർത്ത്ഡേയെക്കുറിച്ചാണ് ആളുകൾ ചർച്ച ചെയ്യാറുള്ളത്, ജനനത്തീയതി. എന്നാൽ മരണത്തീയതിയുണ്ട്, ആ തീയതി നമുക്കറിയില്ല എന്നേ ഉള്ളൂ. ഓരോ മനുഷ്യനും ജനിക്കുന്ന സമയത്ത് തന്നെ അവനൊരു മരണത്തീയതി ഉണ്ട്. അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിവിടുന്ന് പോകുന്നൊരു തീയതി ഉണ്ട് എന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. അതേപോലെ നമ്മളെപ്പോഴും ഒരു സ്വയം വിലയിരുത്തണം. നമ്മൾ സ്വയം വിലയിരുത്തുക, നാം മരണത്തിന് തയ്യാറാണോ, മരിക്കാൻ നാം ഒരുക്കമാണോ എന്ന് സ്വയം നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് പെട്ടെന്ന്, ഇപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളെ മരണം വിളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകാൻ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ വരികയാണെങ്കിൽ, മലക്കുൽ മൗത്ത് അടക്കമുള്ള ആ ഒരു മലക്കുകളുടെ സംഘം വരികയാണെങ്കിൽ നമ്മൾ പോവാൻ തയ്യാറാണോ? നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു അറിയിപ്പ് കിട്ടിയെന്ന് വിചാരിക്കുക, വെറുതെ ഒന്ന് സങ്കല്പിക്കുക. ഒരു ഫോൺ കോൾ വന്നു, ഞാൻ മലക്കുൽ മൗത്താണ്, നിങ്ങളെ കൊണ്ടുപോകാൻ ഞാനൊരു അരമണിക്കൂർ കൊണ്ട് അങ്ങോട്ട് വരും എന്ന് നമ്മളോട് ഫോൺ ചെയ്ത് പറഞ്ഞാൽ, ഒരിക്കലും അങ്ങനെ പറയൂല, ഞാനൊന്ന് സങ്കല്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ അപ്പോൾ എന്ത് മറുപടി ആയിരിക്കും പറയാം? വളരെയധികം സ്വാഗതം, ഇങ്ങോട്ട് വന്നോളൂ, ഞാൻ വരാൻ വേണ്ടി തയ്യാറാണ് എന്നുള്ള രൂപത്തിലാണോ? അതോ നമ്മളാകെ പേടിച്ച് ഇപ്പോൾ വരല്ലേ, എൻ്റെ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല, സക്കാത്ത് കൊടുത്തിട്ടില്ല, ഞാൻ പൈസ ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്തിട്ടില്ല, ഞാൻ പല നിസ്കാരങ്ങളും ചെയ്തിട്ടില്ല എന്ന രൂപത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാതെ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് അറിഞ്ഞുകൊണ്ട് കുറേ തെറ്റ് ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് തൗബ ചെയ്യാനും നല്ലൊരു ജീവിതം നയിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്, ഒരു 1-2 വർഷം എനിക്കതിനു വേണ്ടി തരൂ എന്നായിരിക്കുമോ നമ്മൾ പറയാം? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെപ്പോഴും റബ്ബ് ഏത് സമയത്തും നമ്മളെ വിളിക്കാം, നമ്മളെ തിരിച്ചു കൊണ്ടുപോകാം എന്ന ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുകയും സ്വയം വിലയിരുത്തുകയും വേണം. ഇന്ന് മരിക്കുകയാണെങ്കിൽ ഞാൻ മരണത്തിന് തയ്യാറാണോ, അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ പോവാൻ ഞാൻ ഒരുക്കമാണോ, അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി കഴിഞ്ഞവനാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ഇവിടെ പറഞ്ഞു, സുമ്മ തുറദ്ദൂന ഇല ആലിമിൽ ഗൈബി വ ഷഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനിലേക്ക് അവനെ പിന്നെ മടക്കും. അതായത് ഒരാൾ മരിക്കുന്നതോടുകൂടി ആ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാ? ഖബർ ജീവിതമൊക്കെ ഉണ്ട്, ബർസഖിയായ ജീവിതമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ബർസഖിയായ ജീവിതം മുതൽ തന്നെ നമുക്ക് പറയാം, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ്റെ സന്നിധിയിലേക്ക്, അതായത് പരലോകത്തേക്കാണ് പിന്നീട് അവൻ്റെ യാത്ര. ദൃശ്യവും അദൃശ്യവും അറിയാമെന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിവിനും കാഴ്ചക്കും ഒക്കെ പരിമിതിയുണ്ട്. എന്നാൽ എല്ലാ അദൃശ്യങ്ങളും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇപ്പം മനുഷ്യൻ്റെ
കണ്ണുകളുടെ പരിമിതി കൊണ്ട് മാത്രമുള്ള അദൃശ്യമല്ല. ഇപ്പോൾ നമ്മളിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറേ ദൂരെയുള്ളൊരു സ്ഥലത്തേക്ക് നോക്കിയാൽ കാണൂല. അത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയുടെ പരിമിതിയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ സ്വർഗവും നരകവും നമ്മൾ കണ്ടിട്ടില്ല, അതെല്ലാം നമുക്കിപ്പോൾ അദൃശ്യമാണ്. മലക്കുകൾ നമ്മൾ കണ്ടിട്ടില്ല, അതൊക്കെ അദൃശ്യ ലോകത്താണ്. എല്ലാ അദൃശ്യങ്ങളും കാണുന്നവൻ. അതേപോലെ വളരെ ചെറിയ സാധനങ്ങളെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ, ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ട്. ഇതിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷേ എത്ര നമുക്ക് കാണാൻ പറ്റാത്ത, ഏതൊക്കെ തരത്തിൽ നമുക്ക് കാണാനും അറിയാനും പറ്റാത്ത കാര്യങ്ങളാണോ അതിനെ മുഴുവൻ കാണുന്നവനും അറിയുന്നവനുമാണ്. അങ്ങനെയുള്ള ദൃശ്യമുള്ളവനാണ്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള എല്ലാ അറിവുമുള്ളവനാണ് ആലിമുൽ ഗൈബ്. അതേപോലെ തന്നെ ആലിമു ഷഹാദ, അതായത് ദൃശ്യമായതിനെക്കുറിച്ചുള്ള അറിവ്. അദൃശ്യത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല, ദൃശ്യമായവയെക്കുറിച്ചുള്ള അറിവ്. നമുക്കിപ്പോൾ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെ മുഴുവനായിട്ട് നമുക്കറിയില്ല. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, കാണുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കറിയില്ല. പക്ഷേ കാണുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവൻ. അപ്പോൾ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ അറിവുകളും അതിനകത്ത് പെട്ടു. അങ്ങനെ ആ അറിവുള്ളവനിലേക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക്, അവനിലേക്ക് മടക്കപ്പെടും എന്ന് പറഞ്ഞാൽ പിന്നെ അവനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. അതോടുകൂടെ ഇവൻ്റെ ഒരു സ്വാതന്ത്ര്യം നിന്നു. പിന്നെ ഇവന് സ്വയം തീരുമാനിച്ച് തെറ്റ് ചെയ്യണോ അല്ലെങ്കിൽ നന്മ ചെയ്യണോ എന്നൊന്നും തീരുമാനിക്കാൻ ഉള്ള അവകാശമില്ല. പിന്നെ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് മടക്കപ്പെട്ടാൽ, പരലോകത്തെത്തിപ്പെട്ടാൽ പിന്നീട് അവന് സ്വയം തീരുമാനമെടുക്കാനുള്ള അവകാശമില്ല. അത് എല്ലാം അവിടെ നിർത്തലാക്കി. പിന്നെ അവന് അള്ളാഹുവാണ് അതിൻ്റെ വിധി പറയലും അവൻ്റെ പിന്നീടുള്ള ജീവിതം തീരുമാനിക്കലും. മാത്രവുമല്ല, ദൃശ്യവും അദൃശ്യവുമായ എല്ലാ കാര്യങ്ങളെപ്പറ്റി അറിയുമെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥമുണ്ട്. നമ്മൾ രഹസ്യമായി ചെയ്യുന്നതും നമ്മൾ പരസ്യമായി ചെയ്യുന്നതും എല്ലാം അള്ളാഹുവിന് അറിയും. നമ്മൾ ഏറ്റവും രഹസ്യമായി ആരും അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളും പരസ്യമാക്കി ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം അള്ളാഹു അറിയും എന്ന് മാത്രമല്ല, അതിൻ്റെ ഉദ്ദേശം പോലും അള്ളാഹു അറിയും. നമ്മൾ ചില കാര്യങ്ങൾ പരസ്യമാക്കി ചെയ്യും. അതിന് ഒരുപക്ഷേ ആളുകൾ വിലയിരുത്തുന്നത് അതൊരു നല്ല കാര്യമൊക്കെ ആയിട്ടായിരിക്കും. പക്ഷെ അത് നമ്മൾ മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ള ആളുകളുടെ നല്ല വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ രൂപത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂലി പോയി, അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു. ആ തരത്തിൽ നമ്മുടെ നീയത്ത് നോക്കിയിട്ട്, നമ്മളുടെ ഉദ്ദേശം നോക്കിയിട്ട്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് ആ രൂപത്തിലാണ് അള്ളാഹു നമുക്കതിന് പ്രതിഫലം നിശ്ചയിക്കുന്നത്. ഫയുനബ്ബിഉക്കും ബിമാ കുന്തും തഅമലൂൻ. ഇത്രയും കാലം അവൻ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി അള്ളാഹു അവന് വിവരമറിയിക്കും. നമ്മൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന വിവരങ്ങൾ പോലും അവിടെ അറിയും. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന്, ആ ഒരു സത്യവിശ്വാസിക്ക് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതേസമയം അവിശ്വാസികൾക്ക് അവരുടെ ആ ഒരു കർമ്മങ്ങൾ, അത് തെറ്റായ കർമ്മങ്ങളാണെങ്കിൽ അത് അവിടെ പരസ്യപ്പെടുത്തും, മറ്റുള്ള ആളുകൾ അത് അറിയും. സത്യവിശ്വാസികൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, സത്യവിശ്വാസികൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ പോരായ്മകൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, കുറവുകൾ അതൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ ഈ സത്യവിശ്വാസിയുടെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളൊക്കെ അള്ളാഹു അവിടെ മറച്ചു വെക്കും. അപ്പോൾ ആ രൂപത്തിൽ സത്യവിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും, അതിനുശേഷം ആ ഒരു വിചാരണയിൽ അവൻ ചെയ്ത തെറ്റുകളെക്കുറിച്ചൊന്ന് കാണിച്ചു കൊടുക്കുകയും, ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ നീ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതെല്ലാം ഞാൻ നിനക്ക് പുറത്തു തന്നിട്ടുണ്ട്, നീ തൗബ ചെയ്തതുകൊണ്ട് ഞാൻ പുറത്തു തന്നു, അല്ലെങ്കിൽ നീ ഒരുപാട് നന്മകൾ ചെയ്തതുകൊണ്ട് അതിനെ ഞാൻ ഈ രൂപത്തിലേക്ക് മാറ്റി എന്ന രൂപത്തിൽ ആ സത്യവിശ്വാസികളെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഈ മതത്തിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് സ്വർഗം കിട്ടൂല, മുസ്ലിമായി ജനിച്ചു എന്നുള്ളത് കൊണ്ട് സ്വർഗം കിട്ടൂല, ഒരു മുസ്ലിം പേരിട്ടു എന്നുള്ളത് കൊണ്ട് സ്വർഗം കിട്ടൂല. അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ജീവിച്ച അത്തരം ആളുകൾക്കാണ് സ്വർഗം. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത തെറ്റുകൾ അവിടെ പ്രദർശിപ്പിക്കപ്പെടും, ആളുകളുടെ മുമ്പിൽ കാണിക്കപ്പെടും. അതിനുശേഷം അവർക്ക് നരകമാണ് അവരുടെ സങ്കേതം. അപ്പോൾ അവർ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി അവരെ അറിയിക്കും, ആ ആളുകൾക്ക് അറിയിപ്പ് നൽകും, ഇതൊക്കെയാണ് നീ പ്രവർത്തിച്ചിരുന്നത്. അതിൽ ഏറ്റവും ചെറുതും ഏറ്റവും വലുതുമായ എല്ലാ കാര്യങ്ങളും അവനെ അറിയിക്കും, ആളെ അറിയിക്കും, ചെയ്ത ആളെ അറിയിക്കും. എന്നിട്ട് അത് ഈ രൂപത്തിൽ പ്രദർശിപ്പിക്കപ്പെടും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നൊരു ബോധം നമുക്കിപ്പോൾ വേണം, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വേണം. ഇതെനിക്ക് നാളെ അള്ളാഹു കാണിക്കും, അതും എല്ലാവരും നിൽക്കുന്ന ആ ഒരു വലിയ സദസ്സിൽ വെച്ച് ഇത് കാണിക്കപ്പെടും എന്നുള്ള ഒരു പേടി വേണം. ആ രൂപത്തിൽ നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന സമയത്ത് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മം അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്, അവനത് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടെങ്കിൽ ആ ബോധത്തെയാണ് സൂക്ഷ്മതാബോധം, തഖ്വ എന്ന് പറയുന്നത്. അപ്പോൾ
ഫയുനബ്ബിയുക്കും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി അള്ളാഹു നിങ്ങളെ അറിയിക്കും എന്നുള്ളത് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തഖ്വ വേണം, സൂക്ഷ്മതാബോധം വേണം എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ശരി, നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഖുൽ ഇന്നൽ മൗത്ത, ഇന്ന നൂനിൻ്റെ ശബ്ദം മണിക്കണം, അൽ മൗത്തല്ലസി തഫിറൂന മിൻഹു, മിൻഹു എന്നുള്ളടത്ത് ഹാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് ഇൽഹാർ ചെയ്യണം, വെളിവാക്കി പറയണം, മിൻഹു. ഇനി ഹു എന്നുള്ളതിനെ നീട്ടണോ നീട്ടണ്ടേ എന്ന് തീരുമാനിക്കുന്നത് അതിന് മുമ്പും ശേഷവും ഉള്ള അക്ഷരങ്ങളുടെ ഹർക്കത്താണ്. ഹു എന്നുള്ളതിൻ്റെ ശേഷം വന്ന അക്ഷരം ഫ ആണ്, അതിന് ഫതഹാണ്, അവിടെ ഹർക്കത്തുണ്ട്. പക്ഷേ തൊട്ട് മുമ്പ് വന്ന അക്ഷരമോ അത് നൂനാണ്, അതിന് സുക്കൂനാണ്, അത് ഹർക്കത്തല്ല. ഫതഹ്, കസ്ർ, ലമ്മ് ഇത് മൂന്നുമാണ് ഹർക്കത്ത്, സുക്കൂന് ഹർക്കത്തല്ല. അപ്പോൾ ഹു എന്നുള്ളതിൻ്റെ മുമ്പ് വന്ന അക്ഷരത്തിന് ഹർക്കത്തില്ല. രണ്ട് ഭാഗത്തും മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടെങ്കിൽ മാത്രമേ ഹു എന്നുള്ളതിനെ നീട്ടാൻ പാടുള്ളൂ. ഇവിടെ അതില്ലാത്തത് കൊണ്ട്, ഒരു ഭാഗത്ത് ഹർക്കത്തില്ലാത്തത് കൊണ്ട് അതിനെ നീട്ടാൻ പാടില്ല. മിൻഹു എന്നേ പറയുള്ളൂ. ഫ ഇന്നഹു, അവിടെ നൂനിൻ്റെ ശബ്ദം മണിക്കുക, അവിടെയും ഹു എന്ന് വന്നു. ആ ഹു എന്നുള്ളതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്, അതുകൊണ്ട് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. ഫ ഇന്നഹു, അതിനെ സൂചിപ്പിക്കാൻ ഒരു ചെറിയ വാവ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം അവിടെ ചെറുതായിട്ട് നീട്ടണം എന്നാണ്. മുലാഖീക്കും എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു സ്വിലി കാണാം, സ്വാദും ലാമും. അവിടെ പാരായണം നിർത്താം, നിർത്താതെ കൂട്ടി ഓതാം. കൂട്ടി ഓതലാണ് ഏറ്റവും നല്ലത്, അതിന് സാധിക്കുമെങ്കിൽ. സുമ്മ, മീമിൻ്റെ ശബ്ദം മണിക്കുക, തുറദ്ദൂന ഇല ആലിമിൽ ഗൈബി വശഹാദത്തി ഫയുനബ്ബിഉക്കും ബിമാ കുന്തും. ഫയുനബ്ബിഉക്കും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ്, ശേഷം ബാ. ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വന്നാൽ അവിടെ നമ്മൾ ഈ ഇഖ്ലാബിൻ്റെ നിയമം പറയില്ലേ, അതുപോലെയാണ് പറയേണ്ടത്. അതായത് ഇഖ്ലാബല്ല, പക്ഷേ ഇഖ്ലാബിൻ്റെ നിയമത്തിൽ നമ്മൾ ഉച്ചരിക്കുന്നത് പോലെ മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഫയുനബ്ബിഉക്കും ബിമ, ഒരു സാവകാശമുള്ള മീമിൽ മണിച്ചിട്ട് അങ്ങനെ പറയാം. ഫയുനബ്ബിഉക്കും ബിമ കുന്തും, തൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. കുന്തും, നൂനിനെ വെളിവാക്കൂല. തഅമലൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള നൂനിന് സുക്കൂനിട്ടിട്ട് അവിടെ പാരായണം നിർത്തുക. തൊട്ട് മുമ്പത്തെ ലൂ എന്നുള്ള നീട്ടലിനെ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, മദ് ആരിലാണ്. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഇന്നൽ മൗത്തല്ലസീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദത്തി ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഖുൽ എന്നുള്ളത് കൽപ്പനക്രിയയാണ്, അമ്രാണ്. ഇന്നൽ മൗത്ത, ഇന്ന എന്നുള്ളത് ഹർഫ് നെസ്ബായിട്ടാണ് പറയാം. ഇന്ന, അന്ന പോലെയുള്ള പദങ്ങളൊക്കെ വരുമ്പോൾ, അതേപോലെ കാന ഒക്കെ വരുമ്പോൾ അത് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിന് നമ്മൾ അതിൻ്റെ ഇസ്മായിട്ട് പറയും. ഇപ്പോൾ ഇന്നൽ മൗത്ത എന്ന് പറയുമ്പോൾ ഇന്നയുടെ ഇസ്മ് മൗത്ത് എന്നുള്ളതാണ്. കാരണം ഇന്ന ആ ഒരു മൗത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്നൽ മൗത്ത, നിശ്ചയമായും മരണം. അപ്പോൾ ഇന്നയുടെ ഇസ്മ് അൽ മൗത്ത എന്നുള്ളതാണ്. ആ ഇന്നയുടെ ഇസ്മിന് എപ്പോഴും നെസ്ബായിരിക്കും കിട്ടുക, സാധാരണഗതിയിൽ ഫത്തഹ ഉണ്ട്. അതുകൊണ്ടാണ് അൽ മൗത്ത എന്നെഴുതിയത്. മൗത്ത അവസാനത്തിൽ ഫത്തഹ ഇടാനുള്ള കാരണം അത് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇന്നൽ മൗത്ത. ഇനി ഇന്നയുടെ ഖബർ ഇതിൽ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. ആ ഫ ഇന്നഹു മുലാഖീക്കും എന്നുള്ള ഭാഗമാണ് ഇന്നയുടെ ഖബർ. ഒരൊറ്റ ഇസ്മ മാത്രമാണെങ്കിൽ അതിന് റഫ് ആണ് കിട്ടുക ഇന്നയുടെ ഖബറിന്. ഇവിടെ ഒന്നിച്ചൊരു പദപ്രയോഗമാണ്, അതുകൊണ്ട് അവിടെ റഫ് നമുക്ക് ആ രൂപത്തിൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അല്ലസീ തഫിറൂന മിൻഹു, അല്ലസീ എന്നുള്ളത് ഇസ്മ മൗസൂലയാണ്. അവിടെ അല്ലസീ എന്ന് ഉപയോഗിക്കാൻ കാരണം ആ മൗത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അൽ മൗത്തല്ലസീ, മൗത്ത് പുല്ലിംഗമാണ്, ഏകവചനാണ്, അതുകൊണ്ടാണ് അല്ലസീ എന്ന് ഉപയോഗിച്ചത്. മൗത്ത് സ്ത്രീലിംഗമായിരുന്നെങ്കിൽ അല്ലത്തീ എന്ന് ഉപയോഗിക്കുമായിരുന്നു. തഫിറൂന മിൻഹു ഫ ഇന്നഹു മുലാഖീക്കും, അവിടെ ഇന്ന വീണ്ടും വന്നു. ഫ ഇന്നഹു, അവിടെ ഇന്നയുടെ ഇസ്മ എന്നുള്ളത് ഹു എന്നുള്ളതാണ്. ഇന്നഹു, അവിടെ ഹു എന്നുള്ളത് ഇന്നയുടെ ഇസ്മ. ഇന്നയുടെ ഇസ്മിന് നെസ്ബാണ് കിട്ടേണ്ടത്. പക്ഷേ ഹു എന്നുള്ളതിന് നമുക്ക് ഫത്തഹ ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയും. ഇനി മുലാഖിൻ എന്നുള്ള പദമാണ് ഇന്നയുടെ ഖബർ. ഇന്നയുടെ ഖബറിന് റഫ് ആണ്, അതുകൊണ്ട് മുലാഖി എന്നുള്ള ആ ഒരു ഭാഗം റഫ് കിട്ടിയ ഇസ്മാണ് മുലാഖിൻ എന്നുള്ളത്. മുലാഖീക്കും എന്നെടുക്കുകയാണെങ്കിൽ മുലാഖിൻ എന്നുള്ളതിനെ കും എന്നുള്ളതിലേക്ക് ചേർത്തു. അപ്പോൾ കും എന്നുള്ളത് മുലാഫിൻ ഇലേഹിയാണ്. മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും ഇറാബ് ജറാണ്, സാധാരണ കസ്റുണ്ടോ കസ്ർ തൻവീനുണ്ടോ. പക്ഷേ ഇവിടെ കും എന്നുള്ളത് മബിനിയായൊരു പദമായതുകൊണ്ട് അതിന് ജെറിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് ജെറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. സുമ്മ എന്നുള്ളത് ഹർഫുൽ അത്തുഫാണ്, ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദം. തുറദ്ദൂന ഇല ആലിമി, ഇല എന്നുള്ളത് ഹർഫ് ജറാണ്. ഇലയ്ക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം. അപ്പോൾ ഇവിടെ ഇല കഴിഞ്ഞിട്ട് ആലിം എന്നാണ് വന്നത്,
അതുകൊണ്ടാണ് ആലിമി എന്ന അവസാനത്തിൽ കസ്റിട്ട് എഴുതിയത് ഇല വന്നതുകൊണ്ടാണ്. ഇല ആലിമി എന്നാണ് പറയാം. ഇനി ആലിം എന്നുള്ളതിനെ അൽ ഗൈബ് എന്നുള്ളതിലേക്ക് ചേർത്തു, അദൃശ്യത്തിൻ്റെ അറിവുള്ളവൻ. അപ്പോൾ ആ അദൃശ്യം എന്നുള്ള ഗൈബ് എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും, സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീനുണ്ടോ. അതുകൊണ്ടാണ് അൽ ഗൈബി എന്നെഴുതിയത്, ആലിമിൽ ഗൈബി. ഇനി ആ അൽ ഗൈബ് എന്നുള്ളതിലേക്ക് ചേർത്ത് മറ്റൊരു പദമുണ്ട്, അതായത് ഗൈബിൻ്റെ അറിവുള്ളവൻ മാത്രമല്ല വശഹാദത്തി, ആ വാവ് അത്തഫിൻ്റെ വാവാണ്. അഷഹാദത്തി എന്നുള്ളത് ആ ഗൈബിലേക്ക് ചേർത്ത മറ്റൊരു പദമാണ്. അപ്പോൾ അതും ശരിക്കും മുലാഫിൻ ഇലൈഹിയാണ്. പക്ഷേ രണ്ട് മുലാഫിൻ ഇലൈഹികൾ ഈ രൂപത്തിൽ വരുമ്പോൾ രണ്ടാമത്തേനെ നമ്മൾ മഅത്തൂഫ് എന്നാണ് പറയുക, അതായത് ഗൈബിലേക്ക് ചേർക്കപ്പെട്ട രണ്ടാമത്തത്. അപ്പോൾ അൽ ഗൈബി എന്നുള്ള അതേ രൂപത്തിലാണ് ഷഹാദത്തി എന്നും വരിക, രണ്ടും ഒരേ രൂപത്തിലാണ് വരിക. വശഹാദത്തി അതും ജറ് കിട്ടിയ പദമാണ്. ഫൈനബ്ബിഉക്കും ബിമാ കുന്തും തഅമലൂൻ. ബിമാ കുന്തും തഅമലൂൻ, അവിടെ കാന പ്ലസ് അൻതും വന്നു. കാനയുടെ നിയമം ഇന്നയുടെ നിയമത്തിൻ്റെ നേരെ വിപരീതമാണ്. കാനയുടെ ഇസ്മിന് റഫ് ആയിരിക്കും, കാനയുടെ ഖബറിന് നസ്ബായിരിക്കും. അപ്പോൾ ഇവിടെ കാനയുടെ കൂടെ വന്ന ആ താ, കാന പ്ലസ് അൻതും എന്ന് പറയുമ്പോൾ കുന്തും എന്ന് പറയുമല്ലോ, കുന്തും എന്നുള്ളതിൽ ആ താ ആണ് ശരിക്കും കാനയുടെ ഇസ്മായിട്ട് പറയാം, അല്ലെങ്കിൽ അൻതും എന്നുള്ള ഭാഗമാണ് കാനയുടെ ഇസ്മായിട്ട് പറയാം. അപ്പോൾ അവിടെ കാനയുടെ ഇസ്മിന് റഫ് ആയിരിക്കും, അത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയാനേ പറ്റുള്ളൂ. അതേപോലെ തഅമലൂൻ എന്നുള്ള ഭാഗമാണ് കാനയുടെ ഖബർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.